ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവാദങ്ങളും വ്യാജ വോട്ടിംഗ് ആരോപണങ്ങളുമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത 10 രാഷ്ട്രീയ പാർട്ടികൾക്ക് 4300 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് സംഭാവന. ഈ പാർട്ടികളുടെ പേര് പോലും നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകില്ല. മാധ്യമ സ്ഥാപനമായ ദൈനിക് ഭാസ്കർ നടത്തിയ അന്വേഷണത്തിലാണ് ചില സത്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ദൈനിക് ഭാസ്കർ ഗുജറാത്തിലെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളെക്കുറിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. 10 അജ്ഞാത രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വിളിക്കാവുന്ന ചില പാർട്ടികൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. പശ്ചാത്തലം പറയാം. ഗുജറാത്തിൽ 2019 മുതൽ 2024 വരെ ഇക്കഴിഞ്ഞ ഈ 5 വർഷത്തിനുള്ളിൽ സംഭവിച്ചതാണ്. കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നു. ഏതാണ്ട് 10 രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയുണ്ട്. ഈ പാർട്ടികൾക്ക് ഈ ചെറിയ കാലയളവിൽ മാത്രം 4300 കോടി രൂപ സംഭാവനയായി ലഭിച്ചിരിക്കുന്നു. ഈ 5 വർഷത്തിൽ 3 തെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. 2019-ലും 2024-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 2022-ൽ ഗുജറാത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൂടി ചേർത്ത് ആകെ സംസ്ഥാനത്ത് ഈ പാർട്ടികളെല്ലാവരും കൂടി മത്സരിപ്പിച്ചത് വെറും 43 സ്ഥാനാർത്ഥികളെ മാത്രമാണ്. ഇത്രയും കാലം കൊണ്ട് ഇവർക്കെല്ലാവർക്കും കൂടി കിട്ടിയ ആകെ വോട്ടുകൾ നോക്കിയാൽ ആകെ വോട്ട് വരുന്നത് 54,069 മാത്രം. ഇനി ഈ പാർട്ടികളുടെ എല്ലാം കൂടി തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ നോക്കിയാൽ വെറും 39 ലക്ഷം മാത്രമേ ഈ 10 പാർട്ടികൾ ചേർന്ന് ഈ 3 തെരഞ്ഞെടുപ്പുകളിലും ചെലവ് കാണിച്ചിട്ടുള്ളൂ. അതേസമയം ഇവരുടെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയ ചെലവ് 3500 കോടി രൂപയുടേതാണ്. എന്താണ് ഈ വിഷയത്തിന് പിന്നിലെ രഹസ്യം? ഈ ഷെൽ പാർട്ടികൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ് ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിച്ചത്? എങ്ങനെയാണ് ഇത് പുറത്തു വന്നത്? കഴിഞ്ഞില്ല 2022-23 കാലഘട്ടത്തിൽ ലഭിച്ച 407 കോടി രൂപ സംഭാവന വന്നതിനെക്കുറിച്ച് ഈ പാർട്ടികളുടെ മേധാവികൾക്ക് പോലും ഒരു പിടുത്തവുമില്ല. അതിൽപ്പെട്ട ഒരു പാർട്ടിയാണ് ന്യൂ ഇന്ത്യ യുണൈറ്റഡ് പാർട്ടി. ദൈനിക് ഭാസ്കർ ഈ 10 പാർട്ടികളിലെ ചില പ്രസിഡന്റുമാരുമായൊക്കെ സംസാരിച്ചിട്ടുണ്ട്. 2022-23 ന്യൂ ഇന്ത്യ യുണൈറ്റഡ് പാർട്ടിക്ക് 47 കോടി രൂപ സംഭാവന ലഭിച്ചു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ ദേശീയ നേതാവ്, ഇവരുടെ നാഷണൽ ചീഫ് അമിത് ചതുർവേദി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്നാണ്. ഓഡിറ്റ് റിപ്പോർട്ടിലെ തുകയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനോട് ചോദിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞതത്രേ. ഇത് തട്ടിപ്പിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. 10 പാർട്ടികളെക്കുറിച്ചും ഇത്തരം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. സത്യവാദി രക്ഷക് പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട്. 2023-24 ഈ പാർട്ടി 7442 മനുഷ്യരിൽ നിന്ന് 142 കോടി രൂപ സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ പാൻ കാർഡ് നമ്പർ പോലും കാണിച്ചിട്ടില്ല. നിയമപ്രകാരം വലിയ തുകകൾ സംഭാവന നൽകുന്ന സമയത്ത് പാൻ കാർഡിൻ്റെ നമ്പർ നൽകണം. ബാങ്കിൽ നിന്ന് തുക പിൻവലിക്കുമ്പോഴും പാൻ കാർഡ് ആവശ്യമാണ്. എന്നിട്ടും ഈ പാർട്ടി 142 കോടി രൂപ പാൻ കാർഡ് ഇല്ലാതെ സ്വീകരിച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ 42 ആളുകൾ 94 ലക്ഷം രൂപ വീതം സംഭാവന നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ പേരിന് മുന്നിൽ വെറും ഡൊണേഷൻ എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതെല്ലാം അജ്ഞാത സംഭാവനകളായി ബാക്കി നിൽക്കുന്നു. ഓഡിറ്റും ഈ സംഭാവന റിപ്പോർട്ടുകളും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളെക്കുറിച്ച് ഈ പാർട്ടികളുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞടക്കുന്ന ആർക്കും ഒരു പിടിയുമില്ല. പക്ഷേ ഇത്തവണ എന്നിട്ടും ഈ വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇനിയും 100ഓളം സ്ഥാനാർത്ഥികളെ നിർത്താൻ ഈ പാർട്ടികളെല്ലാം കൂടി തയ്യാറെടുക്കുന്നുണ്ട് എന്നതാണ് രസകരം. ഇനി ഈ പാർട്ടികൾ സംഭാവന സ്വീകരിച്ച ചില ഡാറ്റകൾ നോക്കാം. 23 സംസ്ഥാനങ്ങളിലായി സംഭാവന ദാതാക്കളുണ്ട്. അവരിൽ നിന്നൊക്കെ സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ സംഭാവന റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിൽ സത്യവാദി രക്ഷക്, ജന്മാൻ പാർട്ടി ഇങ്ങനെ തുടങ്ങിയ നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത ചില പാർട്ടികൾ എല്ലാ വർഷങ്ങളിലെയും ഓഡിറ്റ് റിപ്പോർട്ടും സംഭാവന റിപ്പോർട്ടും എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാം കൃത്യമാണ് എന്നർത്ഥം. എന്നാൽ ഇതൊന്നും സമർപ്പിക്കാത്ത പാർട്ടികളും ഇവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് നാഷണൽ എന്ന മറ്റൊരു പാർട്ടി ഇങ്ങനെയുള്ള രേഖകളൊന്നും സമർപ്പിച്ചിട്ടില്ല താനും. എന്തായാലും ഇവരുടെ എല്ലാം ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ
352.13 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കാണിച്ചിട്ടുണ്ട്. ഭാരതീയ ജൻപരിഷത്ത് എന്ന പാർട്ടിയുടെ 177 കോടി രൂപ, സൗരാഷ്ട്ര ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ 141 കോടി രൂപ, സത്യവാദി രക്ഷകിൻ്റെ 10 കോടി രൂപ, ലോക്ഷാഹി സത്ത പാർട്ടിയുടെ 22.82 കോടി രൂപ, മദർലാൻഡ് നാഷണൽസിൻ്റെ 86 ലക്ഷം രൂപ, ഇങ്ങനെ നിരവധി ചെലവുകൾ അവർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചോദ്യം ഇതൊന്നുമല്ല. 10 രാഷ്ട്രീയ പാർട്ടികൾ 4-5 വർഷം കൊണ്ട് ആകെ നിർത്തിയത് 43 സ്ഥാനാർത്ഥികളെ മാത്രം. അവർ നേടിയത് വെറും 54,000 വോട്ടുകൾ മാത്രം. ഇതിനു വേണ്ടിയാണോ 352 കോടി രൂപ ഈ പാർട്ടികൾ ചെലവാക്കിയത്? പക്ഷേ ഇതിനു വേണ്ടിയാണോ 4,300 കോടി രൂപ ഇവർ സംഭാവന പിരിച്ചത്? ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ. ഈ സംശയമാണ് പലർക്കും തോന്നിയത്. ഗുജറാത്തിലെ ഈ 10 രാഷ്ട്രീയ പാർട്ടികൾക്ക് 5 വർഷത്തിനിടെ 4,300 കോടി രൂപയുടെ സംഭാവന ലഭിച്ചത്. ഈ പണം എവിടെ നിന്ന് വന്നു? ആരാണ് ഈ അജ്ഞാത സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ അന്വേഷിക്കുമോ? ഇതെല്ലാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചോദിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്തി പൊരിക്കുകയാണ് കുറച്ചായിട്ട് രാഹുൽ ഗാന്ധി. വോട്ട് ചോരി വിവാദവും ബീഹാറിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനും എല്ലാം ചേർന്ന് പുകില് പിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ അധികാർ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ദൈനിക് ഭാസ്കർ ഈ ഒരു ആരോപണം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ട് വഴി നടത്തിയ വൻ സാമ്പത്തിക തട്ടിപ്പുകൾ പച്ചവെള്ളം പോലെ കോടതി രാജ്യത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. ഇപ്പോഴിതാ വീണ്ടും ചില തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആരും കേട്ടിട്ടില്ലാത്ത ചില പാർട്ടികൾ, പക്ഷേ അവർക്ക് 4,300 കോടി രൂപയുടെ സംഭാവന ലഭിച്ചിട്ടുണ്ട്. അവർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് മാത്രമേ അവർ പണം ചെലവഴിക്കുന്നുള്ളൂ. ഈ ആയിരക്കണക്കിന് കോടികൾ എവിടെ നിന്ന് വന്നു? ആരാണ് അവ നടത്തുന്നത്? ബാക്കിയാകുന്ന പണം എവിടേക്ക് പോകുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ടവർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും അന്വേഷിക്കുന്നില്ലേ? അതോ ഇവിടെയും സത്യവാങ്മൂലം നൽകൂ എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഈ ഡാറ്റയും മറക്കാൻ കഴിയുന്ന തരത്തിൽ നിയമം തന്നെ മാറ്റുകയാണോ? രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണിത്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ സാധ്യതകൾ മുൻനിർത്തി ചിലർ പണമുണ്ടാക്കിയതാണോ? ഷെൽ കമ്പനികളും ബിനാമി ഏർപ്പാടുകളുമെല്ലാം നടത്തുന്ന പോലെ ഇതെല്ലാം ചില ഷെൽ രാഷ്ട്രീയ പാർട്ടികളാണോ? ഇനി അതല്ല, വൻ ഭീമന്മാർ ചേർന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ചതാണോ? ചോദ്യങ്ങൾ അനേകം ബാക്കിയാണ്. ഇരയാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. അതുകൊണ്ട് അന്വേഷിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ അവരാവട്ടെ പല കാരണങ്ങളാൽ ഇപ്പോൾ കരിനിഴലിലാണ്.